എന്താ കണ്ടത്? ഒരു ഫിലിം പേരറിയില്ല, കലാഭവൻ മണി ഉണ്ടായിരുന്നു ആ ഫിലിമിൽ. ഒരു കൊച്ചു പമ്പാല ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരേ ഒരു ഗസ്റ്റ് ഹൗസ്, അവിടെ ഞാൻ ഒരു വീട്ടിൽ വേല ചെയ്യുന്ന പെണ്ണ് ക്യാരക്ടർ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാർ ഒന്നും ഷക്കീല എന്നൊന്നും ഇല്ല. അപ്പോൾ അതിൽ ഹീറോയിൻ രൂപശ്രീ ആയിരുന്നു. അപ്പോൾ അവളുടെ ഓപ്പോസിറ്റ് റൂം എനിക്ക്. അവർ എൻ്റെ അടുത്ത് ഒരു ഹായ് പോലും പറയില്ല, ഒരു ഹീറോയിൻ മെറ്റീരിയൽ അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ അനിയനും മേക്കപ്പ് മാനും എൻ്റെ അസിസ്റ്റൻറ്റ് എൻ്റെ ഒരു പേമ ലാമോ എന്ന് ഒരു നേപ്പാളി ഫ്രണ്ട്, ആ കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ റൂമിൽ ചീട്ടുകളി, നൈറ്റ് ചീട്ടുകളിയൊക്കെ. അപ്പോൾ ഒരു 12:30 ആകുമ്പോൾ ഈ ഞങ്ങളുടെ ഡോർ ക്ലോസ് വരുന്ന ഒരു ഭയങ്കര നോക്കിംഗ് സൗണ്ട്. എടി വെല്ലവാടി ഇല്ലവാടി എന്ന്. അപ്പം ഞങ്ങൾ ഓപ്പൺ ചെയ്താൽ ഓപ്പോസിറ്റ് റൂം ഹീറോയിന് അവർ അങ്ങനെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് അവർ കത്തുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു പോ. അത് ഇപ്പോൾ എനിക്ക് കലാഭവൻ മണി ഉണ്ടായിരുന്നു ആ ഫിലിമിൽ അറിയാം, ഫിലിം പേരറിയില്ല. രൂപശ്രീ ആയിരുന്നു ഹീറോയിൻ എനിക്കറിയാം, അത് ഞാനുമുണ്ട്, ഫിലിം പേരറിയില്ല. സോ അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഈ കേരളത്തിൽ ഒരു നല്ല മാറ്റർ, ഇന്നും ഒരു പ്രൊഡ്യൂസർ വരും, നാളെ ഈ പ്രൊഡ്യൂസറൊപ്പം ഇനി ഒരാൾ വരും, അവനും പറയും ഇവർ എൻ്റെ പാർട്ട്ണർ, ഇവരും ഒരു പ്രൊഡ്യൂസർ. ഇങ്ങനെ ഒരു 10 നാളിൽ 10 പ്രൊഡ്യൂസർ വരും. ஸோ நமக்கு எனக்கு அது கரெக்டாக யார் என்னன்னு பேர் எனக்கு அறியிല്ല. அப்போது அமெரிக்கன் அச்சாயன்னு ஒரு ஆள் உண்டாയിരുന്നു. இப்போ இருக்கிறாரா இல்லையான்னு எனக்கு அறியிല്ല. அவர் ഉണ്ടായിരുന്നു, അങ്കിൾ, നല്ല അങ്കിൾ. അവരൊരു ജീപ്പെല്ലാം വെച്ചിരിക്കും അവിടെ. അപ്പോൾ ഞാൻ ഇവർ പറഞ്ഞു പോക്കോണം, നീ ഇതിൽ വരരുത്, നീ ആരാടി, നീ പോയിക്കോ. അത് വെല്ല പോകുന്നു പറഞ്ഞ് ഞാനും എൻ്റെ മേക്കപ്പ് മാനും 2 അര മുന്നോട്ടു. അപ്പോൾ ദേശത്തിൽ അവർ പോയി. ഞങ്ങൾ ഉള്ള ഗസ്റ്റ് ഹൗസ് ടോട്ടൽ ലോക്ക് ചെയ്തിട്ട് അച്ചായൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ചായ എങ്ങനെയെങ്കിലും ഈ കുട്ടീനെ നമുക്ക് ഏർലി മോർണിംഗ് ഇവിടെ നിന്ന് അപ്പോൾ അവർ 4 o'clock അവർ ഡ്രൈവർ വന്നത്. അപ്പോൾ ഈ കുട്ടീനെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ വിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇവർ നെക്സ്റ്റ് ഡേ എല്ലാം വന്ന് തേടി. പക്ഷേ എങ്ങൾക്കറിയാം ഇവളുടെ പോർഷനൊക്കെ ഫിനിഷായി, അതുകൊണ്ടാണ് ഇവർ ഡിസ്റ്റർബ് ചെയ്യുന്ന അവൾ. അപ്പോൾ പിന്നെ ആ കുട്ടിയും ഇപ്പോൾ ഒരിക്കലും ഞാനും ഒരു 20-30 years ഫ്രണ്ട്സ്. പഴയകാല നടിമാരായ രേഷ്മ, മറിയ എന്നിവരെ പലവട്ടം ചൂഷണം ചെയ്യാൻ ശ്രമിച്ചത് തനിക്കറിയാമെന്നും ഷക്കീല പറഞ്ഞു. താൻ 6 മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ സെറ്റിൽ നിന്ന് പോകും, അതിനുശേഷമായിരുന്നു പലരും അവരോട് മോശമായി പെരുമാറിയതെന്നും ഷക്കീല വെളിപ്പെടുത്തി. അവരുടെ വാക്കുകളിലേക്ക്. 100%. ആരാ പറഞ്ഞത്? എന്താ പറഞ്ഞു? മറിയ പറഞ്ഞു. ഇപ്പം മറിയ അവിടെ തന്നെ. രേഷ്മ പറഞ്ഞു. രേഷ്മ ഇപ്പോൾ മൈസൂരിലുണ്ട്. ഇവരൊക്കെ പറയും. എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഇതന്നെ. ഇപ്പോൾ ഞാൻ പോവും, എൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ 6ക്ക് മേലെ വർക്ക് ചെയ്യില്ല. അതിനുശേഷമാണ് ഇവരുടെ ന്യൂഡ് സീൻസ് ഒക്കെ എടുക്കുന്നത്. ഇതെനിക്കറിയില്ല. അപ്പോൾ ഈ ഡയറക്ടർമാരൊക്കെ ആ ന്യൂഡ് സീൻ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് ഇവർ വേണം. അപ്പോൾ ഇവർ പോകണമെന്ന് പറയും. അപ്പോൾ ഇവരൊക്കെ കരഞ്ഞ് എനിക്ക് ഇതൊക്കെ ഞാൻ എപ്പോഴും ബിസി അല്ലേ. സോ ഒരു ടൈം കിട്ടിയപ്പോൾ രേഷ്മാൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ ഞാൻ ആ ഡയറക്ടറിനെ വാൺ ചെയ്തു. പിന്നെ അവരുടെ ഫിലിം ഞാൻ ചെയ്തില്ല. അതിനുശേഷം ഈ പ്രശ്നത്തിന് ശേഷമാണോ സിനിമ ചെയ്യാതിരുന്നത്? ഇല്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ കാതുക്കിന് വന്ന ഇങ്ങനെ ഒരു പ്രശ്നം എടുക്കുന്നത് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് മറിയ പറയുന്ന ആ പ്രൊഡ്യൂസറിനെയും ഞാൻ വിളിച്ച് നല്ല കൊടുത്തു. അപ്പോൾ ഞാൻ പറയും, എൻ്റെ 2 days നിനക്ക് ഞാൻ തരാനുണ്ട്, ഞാൻ തരില്ല, നീ ഉന്നാൽ ആണത് പാത്തു, ഡു വാട്ട് എവർ യു ക്യാൻ, ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു. ബിക്കോസ് നിങ്ങൾ പെണ്ണുകളെ കൊണ്ടുവരുന്നത് ഇതിനു വേണ്ടിയല്ലല്ലോ. ആൻഡ് എന്തിന് ഈ തമിഴ് കുട്ടികൾ രേഷ്മ മൈസൂർക്കാരി, മറിയ ഇവിടെ, ഇന്നൊരു സിന്ധു തെലുങ്കാരി, ഇങ്ങനെ മലയാള കുട്ടികൾ ആരും ഈ ഫിലിംസ് ചെയ്തില്ല. എല്ലാം ഔട്ടേഴ്സ് ആണ് ചെയ്തത്. അപ്പൊ ഔട്ടേഴ്സിനെ നിങ്ങൾ വിളിക്കുന്നത് ഈ കാരണത്തിന് വേണ്ടിയാ.
വിളിച്ചത് ആരാണ്? അവരുടെ പേരെന്താണ്? പേര് അമ്മ അതാണ് ഞാൻ പറഞ്ഞല്ലേ, ഒരു നാൾ ഒരു പ്രൊഡ്യൂസർ, രണ്ടാമത് നാൾ ഒരു പ്രൊഡ്യൂസർ. സോ അങ്ങനെ സത്യമായിട്ട് പേരറിയില്ല. അതും ഓർമ്മയിലും ഇല്ല. ഇറ്റ്സ് 24 years. രേഷ്മയെ ആലുവയിൽ വെച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് ചോദിച്ചത് നിന്റെ കൂട്ടുകാരി ഷക്കീല എവിടെയെന്നായിരുന്നു. എന്തിനാണ് തന്നെ പോലീസ് അന്വേഷിച്ചത് എന്ന് തനിക്കറിയില്ല എന്നും ഷക്കീല പറഞ്ഞു. ഈ രേഷ്മ ഒരു ടൈം പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തു എന്ന് അവളെ അറസ്റ്റ് ചെയ്തു കേരളയിൽ വെച്ച് എവിടെ. അപ്പൊ എനിക്കൊരു ദേഷ്യം എന്താന്ന് വെച്ചാ ആ പോലീസാണ്. ഞാൻ ഇത് എപ്പോഴും കേൾക്കും. എനിക്ക് യാരുടെ അടുത്തും പേടിയില്ല, ഏത് ഗവൺമെന്റ് ആയാലും പേടിയില്ല. ആ പോലീസ് അവളെ അറസ്റ്റ് ചെയ്തപ്പോ അവൾ എന്താ, ആ വീഡിയോ ഉണ്ട് ഇപ്പൊ നിങ്ങൾ അത് ഇതിട്ട് കാണിക്കണം. അപ്പോ അവളെ അറസ്റ്റ് ചെയ്തു. അവളും 4-5 കുട്ടികളും ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത ശേഷമായ ആൾ ചോദിക്കുന്നത് എവിടെയാണ് എൻ്റെ സുഹൃത്ത് ഷക്കീല എന്ന്. ഓക്കെ, അവിടെ നിങ്ങൾ അവളല്ലേ പിടിച്ചത്, ഷക്കീല എന്തിനാ ചോദിച്ചത് അവര്? സോ ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തു? ഞാൻ നിങ്ങൾക്ക് ഫിലിംസ് അഭിനയിച്ച് നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ചെയ്തത്. നിങ്ങളുടെ കല്യാണ മണ്ഡപങ്ങൾ തിയേറ്റേഴ്സ് ഒക്കെ കല്യാണ മണ്ഡപமாக മാറുമ്പോൾ ഞാനാണ് അതൊക്കെ തിരിച്ച് ഫിലിം തിയേറ്റർ ആക്കിയത്. എൻ്റെ ഫിലിംസ് ടിക്കറ്റ് വാങ്ങിയാൽ നിങ്ങൾക്കല്ലേ ടാക്സ് കിട്ടുന്നത്. അപ്പൊ പിന്നെ എത്ര എന്നെ കോർണർ ചെയ്യാൻ എന്തിന് ചെയ്യുന്നുണ്ട് ഇവര്? മീറ്റു ആരോപണങ്ങളോട് പൂർണ്ണമായും വിയോജിക്കുന്നു എന്നും നടി ഷക്കീല. വർഷങ്ങൾക്ക് ശേഷം ആരോപണം ഉന്നയിക്കുകയല്ല വേണ്ടത്, അപ്പോൾ തന്നെ ചെരുപ്പൂരി അടിക്കുകയാണ് വേണ്ടത് എന്ന് അവർ പറഞ്ഞു. ദുരനുഭവം ഉണ്ടാകുമ്പോൾ ചെരുപ്പൂരി അടിക്കുകയാണ് വേണ്ടതെന്ന് ഷക്കീല ന്യൂസ് 18 പറഞ്ഞു. നിന്നെ അവർ വിളിച്ചത് അവർ നിന്നെ വിളിച്ചു എന്ന് നീ പറയുമ്പോൾ യു ആർ ഡീഗ്രേഡിങ് യുവർ സെൽഫ്. മനസ്സിലായോ? അപ്പോ നീ അങ്ങനത്തെ കുട്ടിയാണോ? ഇല്ലല്ലോ. അപ്പൊ ഇല്ലാതപ്പോ നിന്നെ വിളിച്ചെന്നപ്പോ അപ്പൊ തന്നെ നീ കൊടുക്കണം, അപ്പൊ തന്നെ ചെറുപ്പെടുത്ത് അടിക്കണം. ആ, God has given you hands, legs, എല്ലാത്തിനും മേലെ you have a mouth, you can talk anything. അപ്പൊ തന്നെ കൊടുക്കാൻ. ഇതൊക്കെ മുടിഞ്ഞ് 20 years ശേഷം അയാളൊക്കെ കിഴവനായി പോയി. ഇപ്പൊ അവനെ പിടിച്ച് ജയിലിൽ വെച്ച് നിങ്ങൾക്ക് എന്താ കിട്ടാന്ന്? ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് നാണക്കേടില്ല ഇപ്പൊ വന്ന് ഇതൊക്കെ പറയുന്നത്? ഇതാണ് ഐ എം അഗേൻസ്റ്റ് മീ ടു. മീ ടു എനിക്ക് പറ്റില്ല. ബിക്കോസ് അപ്പോൾ നിങ്ങളുടെ കൈ എന്താ ചെയ്തു? അന്ന് എന്തിനു ഓക്കെ പറഞ്ഞോ ഇല്ല ഓക്കെ പറയാതെ ഇപ്പൊ വന്ന് നിങ്ങൾ തന്നെ യു ആർ ഡീഗ്രേഡിങ് യുവർ സെൽഫ് എന്നാണ് എൻ്റെ വിചാരം. മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷയിലും സിനിമയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുകയാണ് വേണ്ടത്, എങ്കിലേ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകൂ എന്നും അവർ പറഞ്ഞു. ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ സിനിമ അങ്ങനെ തന്നെയാ, ഇത് എല്ലായിടത്തിലും ഉണ്ട്. അപ്പം ഒരു ഹേമ കമ്മിറ്റി പോലെ ഒരു റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങളും വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ? അപ്പടിയും തീരില്ല. ഓക്കെ, ഇപ്പോ ഹേമ കമ്മിറ്റി വന്നു. ഓക്കെ, ഈ കംപ്ലൈന്റ് കൊടുത്തവരിനൊക്കെ ഇവർ അറസ്റ്റ് ചെയ്ത് ഉള്ള വെച്ചാൽ ഓക്കെ. അതർവൈസ് ഇത്തരത്തിൽ എത്ര കമ്മിറ്റി വന്നാലും ഒന്നും നടക്കത്തില്ല. ഈ കുട്ടികള് സർവൈവിങ്ങിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് അവർക്കും മനസ്സിലാവും, അവർക്കറിയാം. ഒരു കാര്യം പറയട്ടെ, നീ ഓക്കെ പറയാതെ എതും നടക്കത്തില്ല. ഓക്കെ, അപ്പൊ എവിടെയോ നിന്റെ മിസ്റ്റേക്ക് ഉണ്ട്, ആ ഗേളുടെ മിസ്റ്റേക്ക്. ഐ എം ടോക്കിംഗ് അബൌട്ട് എവറി വുമൻ. ഐ എം ടോക്കിംഗ് അബൌട്ട് വുമൻ. ഐ എം നോട്ട് അഗേൻസ്റ്റ് മെൻ. ഒരു കാര്യം, they are like that. Men are like dogs. They can go around any bitch. Okay, let us not be bitches. Let's be humans. മലയാള സിനിമയിൽ ഇപ്പോൾ മാത്രമല്ല പണ്ട് മുതലേ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ഷക്കീല പറയുന്നു. അന്നും ഇന്നും ഒരേ ആളുകൾ തന്നെയാണ് സിനിമ ഭരിക്കുന്നത്. പണ്ട് മുതലേ മലയാള സിനിമയിൽ മോഹൻലാൽ, മമ്മൂട്ടി, മുകേഷ് ഇവരൊക്കെ തന്നെയാണ് പവർ ഗ്രൂപ്പ് എന്നും ഷക്കീല പറയുന്നു. ഷക്കീല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന്, മെയിൽ ഓറിയന്റഡ് ആണ് ആ പവർ ഗ്രൂപ്പ് എന്ന്.
ഷക്കീലാമ്മ മലയാളത്തിൽ അഭിനയിച്ചിരുന്ന കാലത്ത് അത്തരത്തിലൊരു പവർ ഗ്രൂപ്പ് സിനിമയിലുള്ളതായിട്ട് അറിയാമായിരുന്നു. ആ പവർ ഗ്രൂപ്പ് ഇപ്പൊ വரைக்கும் இருக்கு. வேற யாரும் இல்ல. മോഹൻലാൽ മമ്മൂട്ടി തവറ അങ്ക യാർ പവർ ഗ്രൂപ്പ്. അവരാണ് മെയിൻ പവർ ഗ്രൂപ്പ് അവിടെ. ഇപ്പോഴും പവർ ഗ്രൂപ്പ് അവരാണ്. മറ്റാരുണ്ട് അതിൽ? അതിലിപ്പോ മുകേഷ് ഉണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, എല്ലാരുമേ ഉണ്ട്. പക്ഷെ മെയിൻ അവരാ. സിനിമാ സെറ്റിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പറയുകയാണ് ഷക്കീല. മുമ്പൊന്നും കാരവാൻ ഇല്ലായിരുന്നു. അന്ന് തുണി കൊണ്ട് മറച്ചു പിടിച്ചാണ് വസ്ത്രം മാറിയിരുന്നത് എല്ലാം. ഇന്ന് കാരവാൻ ഉണ്ട്, പക്ഷേ അവിടെ പലതും നടക്കുന്നുണ്ടെന്നും ഷക്കീല പറയുന്നു. ഡ്രസ് ചേഞ്ചിന് ഇപ്പൊ ഞങ്ങള് ഒരു ഒരു ഹിൽ മല അടിവാരത്തില് ഇല്ലെന്നാ ഒരു ലേക്ക് കിட்ட അവിടെ എവിടെയെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂമറൊക്കെ ഇങ്ങനെ ടവൽ പിടിക്കും, ഞങ്ങൾ ഡ്രസ്സ് മാറ്റും. യു കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സ്ഥലമില്ലെങ്കിൽ ഇല്ല, ഇതൊക്കെ തെറ്റില്ല. ഞങ്ങളൊക്കെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ. ഇപ്പൊ കാരവൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കാരവൻസ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്നുണ്ടോ? അല്ല, അതിലെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ നടക്കുന്നത്? നിനക്ക് തരിയില്ലേ? എനിക്കറിയില്ല. എല്ലാം നടക്കും അവിടെ. ഡിന്നർ നടക്കും, ലഞ്ച് നടക്കും, സെക്സ് നടക്കും, എല്ലാം നടക്കും. ഷക്കീലയുടെ പ്രതികരണം തേടിയത് ഭവ്യ പാർവതിയാണ്. ഞാൻ ഭവ്യയിലേക്ക് പോകും മുമ്പ് ഒരിക്കൽ കൂടി, അതായത് രാത്രിയായാൽ നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് അന്നും പതിവാണെന്നാണ് ഷക്കീല നേരത്തെ പറഞ്ഞത്. നടി രൂപശ്രീയുടെ വാതിലിൽ മുട്ടുന്നതും നേരിട്ട് കണ്ടിരുന്നു. രൂപശ്രീയെ മുട്ടാൻ വന്നവരിൽ നിന്നും രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് തിരിച്ചയച്ചത് താനാണെന്നും ഷക്കീല ന്യൂസ് 18 വ്യക്തമാക്കുകയുണ്ടായി. നടന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കണ്ടത്? ഒരു ഫിലിം പേരറിയില്ല, കലാഭവൻ മണി ഉണ്ടായിരുന്നു ആ ഫിലിമിൽ. ഒരു കൊച്ചു പമ്പാല ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരേ ഒരു ഗസ്റ്റ് ഹൗസ്. അവിടെ ഞാൻ ഒരു വീട്ടിൽ വേല ചെയ്യുന്ന പെണ്ണ് ക്യാരക്ടർ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാർ ഒന്നും ഷക്കീല എന്നൊന്നും ഇല്ല. അപ്പോൾ അതിൽ ഹീറോയിൻ രൂപശ്രീ ആയിരുന്നു. അപ്പോൾ അവളുടെ ഓപ്പോസിറ്റ് റൂം എനിക്ക്. അവർ എൻ്റെ അടുത്ത് ഒരു ഹായ് പോലും പറയില്ല. ഒരു ഹീറോയിൻ മെറ്റീരിയൽ അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ അനിയനും മേക്കപ്പ് മാനും എൻ്റെ അസിസ്റ്റൻറ്റ് എൻ്റെ ഒരു പേമ ലാമോ എന്ന് ഒരു നേപ്പാളി ഫ്രണ്ട്, ആ കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ റൂമിൽ നൈറ്റ് ചീട്ട് കളിയൊക്കെ. അപ്പോൾ ഒരു 12:30 ആകുമ്പോൾ ഈ ഞങ്ങളുടെ ഡോർ ക്ലോസ് വരുന്ന ഒരു ഭയങ്കര നോക്കിംഗ് സൗണ്ട്. എടി വെല്ലവാടി ഇല്ലവാടി. അപ്പം ഞങ്ങൾ ഓപ്പൺ ചെയ്താൽ ഓപ്പോസിറ്റ് റൂം ഹീറോയിന് അവർ അങ്ങനെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് അവർ കത്തുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു പോ. അത് ഇപ്പോൾ എനിക്ക് കലാഭവൻ മണി ഉണ്ടായിരുന്നു ആ ഫിലിമിൽ അറിയാം. ഫിലിം പേരറിയില്ല. രൂപശ്രീ ആയിരുന്നു ഹീറോയിൻ എനിക്കറിയാം. അത് ഞാനുമുണ്ട്. ഫിലിം പേരറിയില്ല. സോ അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഈ കേരളത്തിൽ ഒരു നല്ല മാറ്റർ ഇന്നും ഒരു പ്രൊഡ്യൂസർ വരും. നാളെ ഈ പ്രൊഡ്യൂസറൊപ്പം ഇനി ഒരാൾ വരും. അവനും പറയും ഇവർ എൻ്റെ പാർട്ട്ണർ, ഇവരും ഒരു പ്രൊഡ്യൂസർ. ഇങ്ങനെ ഒരു 10 നാളിൽ 10 പ്രൊഡ്യൂസർ വരും. ஸோ எனக்கு அது கரெக்டாக யார் என்னென்னு பேர் எனக்கு அறியல. அப்போது அமெரிக்கன் அச்சாயன்னு ஒரு ஆள் உண்டாയിരുന്നു. இப்போ இருக்கிறாரா இல்லையான்னு எனக்கு அறியல. அவர் ഉണ്ടായിരുന്നു, അങ്കിൾ, നല്ല അങ്കിൾ. അവരൊരു ജീപ്പെല്ലാം വെച്ചിരിക്കും അവിടെ. അപ്പോൾ ഞാൻ ഇവർ പറഞ്ഞു പോക്കോന്ന്, നീ ഇതിൽ വരരുത്, നീ ആരാടി, നീ പോയിക്കോ. അത് വെല്ല പോകുമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മേക്കപ്പ് മാനും 2 അര മുന്നോട്ടു. അപ്പോൾ ദേശത്തിൽ അവർ പോയി. ഞങ്ങൾ ഉള്ള ഗസ്റ്റ് ഹൗസ് ടോട്ടൽ ലോക്ക് ചെയ്തിട്ട് അച്ചായൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ചായ എങ്ങനെയെങ്കിലും ഈ കുട്ടീനെ നമുക്ക് ഏർലി മോർണിംഗ് ഇവിടെ നിന്ന് അപ്പോൾ അവർ 4 o'clock അവർ ഡ്രൈവർ വന്നത്. അപ്പോൾ ഈ കുട്ടീനെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ വിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇവർ നെക്സ്റ്റ് ഡേ എല്ലാം വന്ന് തേടി. പക്ഷേ എങ്ങൾക്കറിയാം ഇവളുടെ പോർഷനൊക്കെ ഫിനിഷായി. അതുകൊണ്ടാണ് ഇവർ ഡിസ്റ്റർബ് ചെയ്യുന്നത് അവള്. അപ്പോൾ പിന്നെ ആ കുട്ടിയും ഇപ്പോൾ ഒരിക്കലും ഞാനും ഒരു 20-30 years ഫ്രണ്ട്സ്. ഭവ്യ പാർവതി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഭവ്യ, ഷക്കീലയുമായി സംസാരിച്ചപ്പോൾ ഷക്കീലയുടെ പ്രതികരണങ്ങളൊക്കെ
ഏറെക്കുറെ അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുന്നതൊക്കെയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ടും ഉണ്ടായിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരും ആവർത്തിക്കുന്നു. എന്താണ് അവർ പ്രധാനമായും പങ്കുവച്ചത്? തീർച്ചയായും എൽദോ നമുക്കറിയാം 295 ഓളം പേജുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാള സിനിമയെ ആടി ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നടി ഷക്കീല പല വെളിപ്പെടുത്തലുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ അവർ നേരിട്ട് അനുഭവിച്ച പല ദുരനുഭവങ്ങളും നമ്മളോട് ന്യൂസ് 18നോട് വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ആദ്യം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഒരു സിനിമയിലേക്ക് ഒരു നായിക അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ അവരെ വൈകിട്ട് കിടപ്പറയിലേക്ക് വിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ വാക്കാണ്, അല്ലെങ്കിൽ വഴങ്ങുക എന്ന വാക്കാണ് പ്രധാനമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായിട്ടില്ല എങ്കിൽ കരിയർ പോലും അവസാനിക്കുന്ന സാഹചര്യമാണ്, ഫീൽഡ് ഔട്ട് ആവുന്ന സാഹചര്യമാണ് സിനിമയിൽ ഉണ്ടാവുന്നത് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും പണ്ട് മുതലേ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഷക്കീല എന്ന നടി മലയാള സിനിമയിൽ അടക്കം അഭിനയിച്ച കാലത്ത് മുതലേ ഉള്ളതാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ഊട്ടി ഉറപ്പിക്കുന്ന വിവരങ്ങളാണ്, മൊഴിയാണ് നമ്മളോട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്, നിർണായകമായ വിവരങ്ങളാണ് ഷക്കീല പങ്കുവെച്ചതെന്ന് പറയണം. കാരണം ഏറ്റവും പ്രധാനമായി നമ്മൾ ആദ്യം പ്രേക്ഷകരുമായി പങ്കുവെച്ച ആ ബൈറ്റിൽ, ആ പ്രതികരണത്തിൽ ഷക്കീല പറയുന്നുണ്ട്, ഷക്കീല ഒരു ജോലിക്കാരിയായി കലാഭൻമണി നായകനായി അഭിനയിച്ച സിനിമയിൽ ഉള്ള രൂപശ്രീ എന്നാണ് ആ നായികയുടെ പേര്. ആ നായികയോട് വളരെ മോശമായി പെരുമാറുന്നത് സംവിധായകനും നിർമ്മാതാവും എന്നാണ് അവർ പറയുന്നത്. എടുത്തു പറയുന്നു, സംവിധായകനും നിർമ്മാതാവും വളരെ മോശമായി പെരുമാറുന്നത് താൻ നേരിട്ട് കണ്ടു എന്ന് തന്നെയാണ് ഷക്കീല പറയുന്നത്. അവർ കരഞ്ഞുകൊണ്ട്, ഏറ്റവും പ്രധാനമായി നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, രാത്രി ഉറങ്ങാൻ പോലും സാധിക്കാതെ വാതിലുകൾ മുട്ടുന്ന കാര്യങ്ങൾ പല നടിമാരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ട്. അതേ കാര്യമാണ് ഷക്കീലയും തുറന്നു പറയുന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഷക്കീല പറയുന്നു, രാത്രിയായപ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു. അത് വാതിൽ തുറക്കാൻ വേണ്ടി ആക്രോശിക്കുന്ന സംവിധായകനെയും നിർമ്മാതാവിനെയുമാണ് ആ സമയത്ത് ഷക്കീല പുറത്തു വന്ന സമയത്ത് കണ്ടത്. രൂപശ്രീ എന്ന നടിയുടെ വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിക്കുന്ന, ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന സംവിധായകനെയും നിർമ്മാതാവിനെയുമാണ് ആ സമയത്ത് ഷക്കീല പുറത്തു വന്ന സമയത്ത് ഷക്കീലയ്ക്ക് കാണാൻ സാധിച്ചതെന്ന് പറയുന്നു. പക്ഷേ ആ നടി വാതിൽ തുറക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ തുറന്നേ മതിയാകൂ എന്ന തരത്തിലടക്കം ഉള്ള ആക്രോശം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് ഷക്കീല പ്രധാനമായും നമ്മളോട് വെളിപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിൽ അവിടെ നിന്ന് ആ പെൺകുട്ടിക്ക് ഇനി ഒരു ദിവസം കൂടി അവിടെ തുടരുകയാണെങ്കിൽ, പ്രധാനമായും അന്നും ഒരു സോഫ്റ്റ് പോൺ മോഡൽ സിനിമകളിലാണ് ഈ രൂപശ്രീ അടക്കമുള്ള നായികയും അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഷൂട്ടിംഗ് പൂർത്തിയായതിനു ശേഷം അവരുടെ റോളുകൾ പൂർണ്ണമായും ചിത്രീകരിച്ചതിന് ശേഷം രാത്രിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ സിനിമയുടെ ഭാഗമായി പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ അന്നും ഉണ്ടായിരുന്നത് എന്നാണ് പ്രധാനമായും ഷക്കീല പറയുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമായി അവർ പേരെടുത്ത് പറയുന്നു, രൂപശ്രീ എന്ന നടിക്ക് ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ഷക്കീല പറയുന്നു. അന്ന് രാത്രി ആ ദിവസം തന്നെ നിർമ്മാതാവിനോടും സംവിധായകനോടും ഇത് ഇവിടെ അവസാനിപ്പിക്കണമെന്ന താക്കീത് കൂടി ഷക്കീല നൽകി. അതിനുശേഷം അമേരിക്കൻ അച്ചായൻ എന്നൊരു ഒരാളുണ്ടായിരുന്നു അവിടെ, അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു, ഇങ്ങനൊരു ബുദ്ധിമുട്ട് രൂപശ്രീക്ക് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അവരെ നമ്മൾ വളരെ വേഗം രക്ഷപ്പെടുത്തിയേ മതിയാകൂ, ഈ സാഹചര്യത്തിൽ നിന്ന് അവരെ മാറ്റിയേ മതിയാകൂ, അല്ലെങ്കിൽ അവർ ആക്രമിക്കപ്പെടുമെന്ന് താൻ തുറന്ന് അമേരിക്കൻ അച്ചായൻ എന്ന് പറഞ്ഞ ഒരാളോട് പറഞ്ഞു. അയാളുടെ സഹായത്തോടു കൂടിയാണ് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് രൂപശ്രീയെ ആ ലൊക്കേഷനിൽ നിന്ന്, അവർ താമസിച്ച ആ ഒരു ഗസ്റ്റ് ഹൗസിൽ നിന്ന് മാറ്റാൻ തനിക്ക് സാധിച്ചു എന്ന് ഷക്കീല പറയുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണുന്നത് ഇപ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി ഈ ഒരു റിപ്പോർട്ട് ആരംഭിച്ച ആ സമയത്ത് മാത്രമല്ല, മലയാള സിനിമയുടെ തുടക്കം മുതൽ, അല്ലെങ്കിൽ ഷക്കീല, നമുക്കത് മാത്രമേ പറയാൻ സാധിക്കൂ, കാരണം നമ്മുടെ മുൻപിൽ ഇപ്പോൾ ഉള്ളത് ഷക്കീലയുടെ വെളിപ്പെടുത്തലാണ്. അപ്പോൾ ഈ ഷക്കീല അഭിനയിച്ച സമയത്ത് പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഏറ്റവും പ്രധാനമായി പറയുന്നത് നിർമ്മാതാക്കളും സംവിധായകരുമായിരുന്നു. നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ഷക്കീല തന്നെ പറയുന്നു, ഓരോ ദിവസവും ഓരോ നിർമ്മാതാവാവുന്ന സാഹചര്യമാണ് അന്ന് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ നിർമ്മാതാക്കളും സംവിധായകരുമാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ മുന്നിട്ട് നിന്നത് എന്നാണ് ഏറ്റവും പ്രധാനമായി ഷക്കീല നമ്മളോട് പറയുന്ന ഒരു കാര്യം. ഇനി മറ്റൊന്ന്,
ഷക്കീല തന്നെ പറയുന്നു. ഷക്കീലയെ പോലെ തന്നെ സോഫ്റ്റ് പോൺ സിനിമകളിൽ അഭിനയിച്ചിരുന്ന നായികമാരായിരുന്നു ഒരു കാലത്ത് ഒരുപക്ഷെ ഷക്കീലയേക്കാൾ പ്രബലരായി, ഷക്കീലയേക്കാൾ തിളങ്ങി നിന്ന നായികമാരായിരുന്നു മറിയവും രേഷ്മയും എന്ന് പറയുന്ന നായികമാർ. ഇവരുടെ സീനുകൾ, ഇവരുടെ സിനിമയിലെ ചിത്രീകരണം പൂർത്തിയായ ശേഷം സംവിധായകരുടെയും അന്നത്തെ നടന്മാരുടെയും ഒപ്പം നിർമ്മാതാക്കളുടെയും കിടപ്പറയിലേക്ക് ഇവരെ ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ നിർബന്ധിച്ച് കിടപ്പറ പങ്കിടണമെന്ന് പറയുന്നത് ഷക്കീല നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ നായികമാരുടെ കണ്ണീർ താൻ കണ്ടിട്ടുണ്ട് എന്നും ഷക്കീല ന്യൂസ് 18നോട് തുറന്നടിച്ച് പറയുകയാണ്. അവർക്കത് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ പലതവണ ഒരു പക്ഷേ ഈ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം, അന്ന് നമ്മളോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ അതേ വാക്ക്, വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം ഈ നായികമാർക്കടക്കം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നീട് സിനിമയിൽ അവസരം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളടക്കം പറയുകയാണ് ഷക്കീല നമ്മളോട്. ഇതൊക്കെ ചൂണ്ടിക്കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഓരോ വരികളും അത് അന്വർത്ഥമാവുക ആണ്. അത് പണ്ട് കാലത്ത് മുതൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പ്രധാനമായും പറയുന്നു. പിന്നെ എൽദോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുമാരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്. അത് നായിക ലേഡീസ് ആവണമെന്നില്ല, അതായത് പ്രൊഡക്ഷൻ മുതലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വലിയ തരത്തിൽ അവഹേളനങ്ങൾ, ചൂഷണങ്ങൾ നേരിടുന്നു മലയാള സിനിമാ രംഗത്ത് എന്ന് തോന്നുന്നു. നേരത്തെ പഴയകാല നടിമാരായ രേഷ്മ, മറിയ എന്നിവരെ പലവട്ടം ചൂഷണം ചെയ്യാൻ ശ്രമിച്ചത് തനിക്കറിയാമെന്ന് ഷക്കീല വ്യക്തമാക്കിയിരുന്നു. ഷക്കീല പറഞ്ഞ വാക്കിലേക്ക് ഒരിക്കൽ കൂടി. 100%. ആരാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മറിയ പറഞ്ഞു. ഇപ്പൊ മറിയ അവിടെ തന്നെ. രേഷ്മ പറഞ്ഞു. രേഷ്മ ഇപ്പൊ മൈസൂരിലുണ്ട്. ഇവരൊക്കെ പറയും. എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഇതന്നെ. ഇപ്പൊ ഞാൻ പോവും, എന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ 6ക്ക് മേലെ വർക്ക് ചെയ്യില്ല. അതിനുശേഷമാണ് ഇവരുടെ ന്യൂഡ് സീൻസ് ഒക്കെ എടുക്കുന്നത്. ഇതെനിക്കറിയില്ല. അപ്പോ ഈ ഡയറക്ടർമാരൊക്കെ ആ ന്യൂഡ് സീന് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് ഇവര് വേണം. അപ്പൊ ഇവര് പോണെന്ന് പറയും. അപ്പൊ ഇവരൊക്കെ കരഞ്ഞു എനിക്ക് ഇതൊക്കെ ഞാൻ എപ്പോഴും ബിസി അല്ലേ. സോ ഒരു ടൈം കിട്ടിയപ്പോൾ രേഷ്മ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ ഞാൻ ആ ഡയറക്ടറിനെ വാൺ ചെയ്തു. പിന്നെ അവരുടെ ഫിലിം ഞാൻ ചെയ്തില്ല. അതിനുശേഷം ഈ പ്രശ്നത്തിന് ശേഷമാണോ സിനിമ ചെയ്യാതിരുന്നത്? ഇല്ല. ഇപ്പൊ എനിക്ക് എന്റെ കാതത്തിന് വന്ന ഇങ്ങനെ ഒരു പ്രശ്നം എടുക്കുന്നത് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് മറിയ പറയുന്ന ആ പ്രൊഡ്യൂസറിനെയും ഞാൻ വിളിച്ച് നല്ല കൊടുത്തു. അപ്പൊ ഞാൻ പറയും എൻ്റെ 2 days നിനക്ക് ഞാൻ തരാനുണ്ട്, ഞാൻ തരൂല്ല, നീ ഉന്നാൽ ആണത് പാത്തു, ഡു വാട്ട് എവർ യു ക്യാൻ, ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു. ബിക്കോസ് നിങ്ങൾ പെണ്ണുകളെ കൊണ്ടുവരുന്നത് ഇതിനു വേണ്ടിയല്ലല്ലോ. ആൻഡ് എന്തിന് ഈ തമിഴ് കുട്ടികൾ രേഷ്മ മൈസൂർക്കാരി, മറിയ ഇവിടെ, ഇന്നൊരു സിന്ധു തെലുങ്കാരി, ഇങ്ങനെ മലയാള കുട്ടികൾ ആരും ഈ ഫിലിംസ് ചെയ്തില്ല. എല്ലാം ഔട്ടേഴ്സ് ആണ് ചെയ്തത്. അപ്പൊ ഔട്ടേഴ്സിനെ നിങ്ങൾ വിളിക്കുന്നത് ഈ കാരണത്തിന് വേണ്ടിയാ. പേര് അതാണ് ഞാൻ പറഞ്ഞല്ലേ, ഒരു നാൾ ഒരു പ്രൊഡ്യൂസർ, രണ്ടാമത് നാൾ ഒരു പ്രൊഡ്യൂസർ. സോ അങ്ങനെ സത്യമായിട്ട് പേരറിയില്ല. അതും ഓർമ്മയിലും ഇല്ല. ഇറ്റ്സ് 24 years. ഈ രേഷ്മ ഒരു ടൈം പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തു എന്ന് അവളെ അറസ്റ്റ് ചെയ്തു കേരളത്തിൽ വെച്ച്. എവിടെ അപ്പൊ എനിക്കൊരു ദേഷ്യം എന്താന്ന് വെച്ചാൽ ആ പോലീസാണ്. ഞാൻ ഇതെപ്പോഴും കേൾക്കും. എനിക്ക് യാരുടെ അടുത്തും പേടിയില്ല, ഏത് ഗവൺമെന്റ് ആയാലും പേടിയില്ല. ആ പോലീസ് അവളെ അറസ്റ്റ് ചെയ്തപ്പോ അവൾ എന്താ, ആ വീഡിയോ ഉണ്ട് ഇപ്പൊ നിങ്ങൾ അത് ഇതിട്ട് കാണിക്കണം. അപ്പോ അവളെ അറസ്റ്റ് ചെയ്തു. അവളും 4-5 കുട്ടികളും ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത ശേഷം അയാൾ ചോദിക്കുന്നത് എവിടെയാണ് എൻ്റെ സുഹൃത്ത് ഷക്കീലാണ്. ഓക്കെ, അവിടെ അവളല്ലേ പിടിച്ചത്, ഷക്കീല എന്തിനാ ചോദിച്ചത് അവര്? സോ ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തു? ഞാൻ നിങ്ങൾക്ക് ഫിലിംസ് അഭിനയിച്ച് നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ചെയ്തത്. നിങ്ങളുടെ കല്യാണ മണ്ഡപങ്ങൾ തിയേറ്റേഴ്സ് ഒക്കെ കല്യാണ മണ്ഡപமாக മാറുമ്പോൾ ഞാനാണ് അതൊക്കെ തിരിച്ച് ഫിലിം തിയേറ്റർ ആക്കിയത്. എൻ്റെ ഫിലിംസ് ടിക്കറ്റ് വാങ്ങിയാൽ നിങ്ങൾക്കല്ലേ ടാക്സ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ എത്ര എന്നെ കോർണർ ചെയ്യാൻ എന്തിന് ചെയ്യുന്നുണ്ട് ഇവർ? മീറ്റു ആരോപണങ്ങളോട് പൂർണ്ണമായും വിയോജിക്കുന്നുവെന്നും അവർ പറഞ്ഞു. ഞാൻ ഭവ്യയിലേക്ക് എത്തുന്നു. ഭവ്യ, ഈ ഒരുപാട് പ്രതിസന്ധികൾ ആ സമയത്തും നേരിട്ടത് രേഷ്മ, മറിയ പോലുള്ളവർ, ഇവർ ഈ സോഫ്റ്റ് പോൺ സിനിമകളിൽ ഉണ്ടായിരുന്ന നടിമാരാണ്, ഷക്കീലക്കൊപ്പം തന്നെ. അപ്പോൾ പലരെയും അവർ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഒരുപക്ഷെ
പലതരത്തിലും അത്തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടാകാം എങ്കിൽ പോലും ഇവർ നേരിട്ട് പറയുമ്പോൾ അത് നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് കൂടിയാണ് വ്യക്തമാക്കുന്നത്. അതായത് സിനിമാ മേഖലയിൽ നാളുകളായുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ഷക്കീല. ഈ പവർ ഗ്രൂപ്പ് സംബന്ധിച്ച് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ, എന്താണ് അവർ പറയുന്നത്? തീർച്ചയായും എൽദോ അങ്ങനെ തന്നെയാണ്. 24 വർഷം മുൻപുള്ള കാര്യമാണ് നമ്മൾ അല്പസമയം മുൻപ് കേട്ട ഷക്കീലയുടെ പ്രതികരണം. 24 വർഷം മുൻപ് എന്ന് ഓർക്കുമ്പോൾ 24 വർഷം മുൻപും മലയാള സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. ഇതൊരു പുതിയ കാര്യമല്ല, അല്ലെങ്കിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള കാര്യമല്ല. അതിന് മുൻപും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും ഷക്കീല വെളിപ്പെടുത്തുന്നത്. ആ സംഭവത്തിൻ്റെ അതായത് അവരുടെ കൂടെ അഭിനയിച്ച ആളുകളുടെ അനുഭവം, അവർ നേരിട്ട് കണ്ട, അവർ ഇടപെട്ട വിഷയത്തിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അല്ലാതെ അവർ കേട്ട ഒരു കാര്യമല്ല, അവർ നേരിട്ട് കണ്ട് അനുഭവിച്ച് അവർ ഇടപെട്ട വിഷയത്തിനെ കുറിച്ചാണ് പ്രധാനമായും ഷക്കീല നമ്മളോട് വെളിപ്പെടുത്തുന്നത്. ഇതേ സാഹചര്യത്തിൽ ഷക്കീല പറയുന്നു, മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്. ആ പവർ ഗ്രൂപ്പ് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. ഷക്കീല മലയാള സിനിമയിൽ അഭിനയിക്കുന്ന കാലം മുതലേ ഉള്ള പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോഴും സിനിമ ഭരിക്കുന്നത് എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനമായി പറയുന്നു, മെയിൽ ഓറിയന്റഡ് ആണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ അതേ വാക്കുകൾ തന്നെ അവരും എടുത്തു പറയുന്നുണ്ട്. മെയിൽ ഓറിയന്റഡ് ആണ് മലയാള സിനിമ. പുരുഷ മേധാവിത്വമുണ്ട് മലയാള സിനിമയിൽ. ആ പുരുഷ മേധാവിത്വം അന്ന് ഉണ്ടായിരുന്ന, ഷക്കീല അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്ന പുരുഷ മേധാവിത്വം തന്നെയാണ് ഇപ്പോഴും മലയാള സിനിമ അടക്കി വാഴുന്നത്. കൃത്യമായി പേരെടുത്ത് പറയുന്നു നടി ഷക്കീല. മോഹൻലാൽ, മമ്മൂട്ടി, മുകേഷ് തുടങ്ങിയ ആളുകൾ തന്നെയാണ് അന്നും ഷക്കീല അഭിനയിച്ച കാലത്തും മലയാള സിനിമയിൽ ഭരിച്ചിരുന്നത്. മലയാള സിനിമ എങ്ങനെ മുന്നോട്ട് പോകണം, ആരൊക്കെ അഭിനയിക്കണമെന്ന് അന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പവർ ഗ്രൂപ്പ് തന്നെ. അതായത് മോഹൻലാലും മമ്മൂട്ടിയും മുകേഷും അടങ്ങുന്ന പവർ ഗ്രൂപ്പ് തന്നെയാണ്. ആ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോഴും മലയാള സിനിമ ഭരിക്കുന്നത്, അല്ലെങ്കിൽ മലയാള സിനിമ വാഴുന്നത് എന്നാണ് ഷക്കീല പറയുന്നത്. എടുത്തു പറയുന്നുണ്ട് അവർ പേരുകൾ. അന്നും ഇവർ തന്നെയായിരുന്നു, ഇപ്പോഴും ഇവർ തന്നെയാണ് എന്നാണ് ഷക്കീല പറഞ്ഞു വെക്കുന്നത്. ഒപ്പം പ്രധാനമായും ഷക്കീല പറയുന്നുണ്ട്, നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു, ജൂനിയർ ആർട്ടിസ്റ്റ് അടക്കമുള്ള ആളുകൾക്ക് വസ്ത്രം മാറാൻ പോലുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് വളരെ കൃത്യമായി ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറയുന്നുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും ആവർത്തിക്കുകയാണ് ഷക്കീല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഷക്കീല അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നതിനാൽ, അല്ലെങ്കിൽ അന്നത്തെ സിനിമ ഭരിച്ചിരുന്ന ഒരു നായിക റോളിലേക്ക് വന്ന ഒരാളായിരുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടുകൾ അവർക്ക് വ്യക്തിപരമായി നേരിടേണ്ടി വന്നിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ താൻ കണ്ടിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം പല സാഹചര്യങ്ങളിലും ഈ ഇത്തരത്തിൽ ആളുകൾക്ക് സംവിധായകർക്ക്, നിർമ്മാതാക്കൾക്ക് സിനിമ കൊണ്ടുപോകുന്ന ആളുകൾക്കൊപ്പം പോവേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് ഷക്കീല വെളിപ്പെടുത്തുന്നു. ഒപ്പം ഷക്കീല തന്നെ അവർക്കുണ്ടായ ഒരു ദുരനുഭവം പറയുന്നുണ്ട്. താൻ പലപ്പോൾ പോലും തനിക്ക് ഈ തുണി മറച്ചു പിടിച്ചുകൊണ്ട് വസ്ത്രം മാറേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതും ഈ പുഴയുടെ നദിയിൽ നിന്നും പുഴക്കരയുടെ സൈഡിൽ നിന്ന് പോലും തനിക്ക് തൻ്റെ സഹപ്രവർത്തകർ തുണി മറച്ചു പിടിച്ചു തന്നിട്ട് വസ്ത്രം മാറേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു വസ്ത്രം മാറാൻ ഒരു മുറി പോലും ഉണ്ടാവാത്ത സാഹചര്യം തനിക്ക് നേരിട്ടിട്ടു എന്ന് ഷക്കീല പോലും പറയുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഷക്കീല പറയുന്ന ഒരു കാര്യമുണ്ട്, താൻ അന്നൊരു നായികയായി നിൽക്കുന്ന സമയത്ത് തനിക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ മറ്റ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സാഹചര്യം എന്തായിരുന്നുവെന്ന് തനിക്ക് ഓർക്കാൻ പോലും സാധിക്കില്ല. പക്ഷേ അപ്പോൾ പോലും താൻ അറിയുന്ന, തനിക്ക് നേരിട്ട് പരിചയമുള്ള പലരെയും തനിക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട ഭവ്യ, തുടരുക. ഞാൻ ഷക്കീലയുടെ തന്നെ മറ്റൊരു പ്രതികരണത്തിലേക്ക് കൂടി പോകാൻ വേണ്ടിയിട്ടാണ്. മീറ്റു ആരോപണങ്ങളോട് ഒരു തരത്തിലും യോജിപ്പില്ല എന്നും അപ്പോൾ തന്നെ ചെരുപ്പൂരടിക്കുകയാണോ വേണ്ടതെന്നുമാണ് ഷക്കീലയുടെ നിലപാട്. നിന്നെ അവർ വിളിച്ചത്, അവർ നിന്നെ വിളിച്ചു എന്ന് നീ പറയുമ്പോൾ യു ആർ ഡീഗ്രേഡിങ് യുവർ സെൽഫ്. മനസ്സിലായോ? അപ്പോൾ നീ അങ്ങനത്തെ കുട്ടിയാണോ? ഇല്ലല്ലോ. അപ്പോൾ ഇല്ലാതപ്പോൾ നിന്നെ വിളിച്ചെന്നപ്പോൾ അപ്പം തന്നെ നീ കൊടുക്കണം, അപ്പം തന്നെ ചെറുപ്പെടുത്ത് അടിക്കണം. God has given you hands, legs, എല്ലാത്തിനും മേലെ you have a mouth, you can talk anything. അപ്പം തന്നെ കൊടുക്കാറും. ഇതൊക്കെ മുടിഞ്ഞ് 20 yearsന് ശേഷം അയാളൊക്കെ കിഴവനായി പോയി. ഇപ്പം അവനെ പിടിച്ച് ജയിലിൽ വെച്ച് നിങ്ങൾക്ക് എന്താ കിട്ടാന്ന്? ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ പറയുന്ന സ്ത്രീകൾക്ക്, നിങ്ങൾക്ക് ഇപ്പം ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് നാണക്കേടില്ല ഇപ്പൊ വന്ന് ഇതൊക്കെ പറയുന്നത്? ഇതാണ് ഐ എം നോട്ട്
ഐ എം അഗേൻസ്റ്റ് മീ ടു. ഐ എം അഗേൻസ്റ്റ് മീ ടു. മീ ടു എനിക്ക് പറ്റില്ല. ബിക്കോസ് അപ്പോൾ നിങ്ങളുടെ കൈ എന്താ ചെയ്തു? അന്ന് എന്തിനു ഓക്കെ പറഞ്ഞോ ഇല്ല ഓക്കെ പറയാതെ ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾ യു ആർ ഡീഗ്രേഡിങ് യുവർ സെൽഫ് എന്നാണ് എൻ്റെ വിചാരം. ഹോൾ ഇന്ത്യ പാൻ ഇന്ത്യ സിനിമ അങ്ങനെ തന്നെയാ. ഇത് എല്ലായിടത്തിലും ഉണ്ട്. അപ്പം ഒരു ഹേമ കമ്മിറ്റി പോലെ ഒരു റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങളും വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പടിയും തീരില്ല. ഓക്കെ, ഇപ്പോ ഹേമ കമ്മിറ്റി വന്നു. ഓക്കെ, ഈ കംപ്ലൈന്റ് കൊടുത്തവരിനൊക്കെ ഇവർ അറസ്റ്റ് ചെയ്ത് ഉള്ള വെച്ചാൽ ഓക്കെ. അതർവൈസ് ഇത്തരത്തിൽ എത്ര കമ്മിറ്റി വന്നാലും ഒന്നും നടക്കത്തില്ല. ഈ കുട്ടികൾ സർവൈവിങ്ങിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് അവർക്കും മനസ്സിലാവും, അവർക്കറിയാം. ഒരു കാര്യം പറയട്ടെ, നീ ഓക്കെ പറയാതെ എതും നടക്കത്തില്ല. ഓക്കെ, അപ്പൊ എവിടെയോ നിന്റെ മിസ്റ്റേക്ക് ഉണ്ട്, ആ ഗേളുടെ മിസ്റ്റേക്ക്. ഐ എം ടോക്കിംഗ് അബൌട്ട് എവറി വുമൻ. ഐ എം ടോക്കിംഗ് അബൌട്ട് വുമൻ. ഐ എം നോട്ട് അഗേൻസ്റ്റ് മെൻ. ഒരു കാര്യം, they are like that. Men are like dogs. They can go around any bitch. Okay, let us not be bitches. Let's be humans. ഷക്കീലമ്മ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന്, മെയിൽ ഓറിയന്റഡ് ആണ് ആ പവർ ഗ്രൂപ്പ് എന്ന്. ഷക്കീലമ്മ മലയാളത്തിൽ അഭിനയിച്ചിരുന്ന കാലത്ത് അത്തരത്തിലൊരു പവർ ഗ്രൂപ്പ് സിനിമയിലുള്ളതായിട്ട് അറിയാമായിരുന്നു. ആ പവർ ഗ്രൂപ്പ് ഇപ്പൊ വരയ്ക്കും ഇருக்கு. വേറെ യാരും ഇല്ല. മോഹൻലാൽ മമ്മൂട്ടി തവറ അങ്ങ യാർ പവർ ഗ്രൂപ്പ്. അവരാണ് മെയിൻ പവർ ഗ്രൂപ്പ്. അവിടെ ഇപ്പോഴും പവർ ഗ്രൂപ്പ് അവരാണ്. അവരാ മറ്റാരുണ്ട് അതിൽ? അതിലിപ്പോ മുകേഷ് ഉണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, എല്ലാരുമേ ഉണ്ട്. പക്ഷെ മെയിൻ അവരാ. ഡ്രസ് ചേഞ്ചിന് ഇപ്പൊ ഞങ്ങള് ഒരു ഒരു ഹിൽ മല അടിവാരത്തില് ഇല്ലെന്നാ ഒരു ലേക്ക് കിട്ട അവിടെ എവിടെയെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂമറൊക്കെ ഇങ്ങനെ ടവൽ പിടിക്കും, ഞങ്ങൾ ഡ്രസ്സ് മാറ്റും. യു കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സ്ഥലമില്ലെങ്കിൽ ഇല്ല, ഇതൊക്കെ തെറ്റില്ല. ഞങ്ങളൊക്കെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ. ഇപ്പൊ കാരവൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കാരവൻസ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്നുണ്ടോ? അല്ല, അതിലെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ നടക്കുന്നത്? നിനക്ക് തരില്ലേ? എനിക്കറിയില്ല. എല്ലാം നടക്കും അവിടെ. ഡിന്നർ നടക്കും, ലഞ്ച് നടക്കും, സെക്സ് നടക്കും, എല്ലാം നടക്കും. ഭവ്യ പാർവതി തുടരുകയാണ്. ഭവ്യ, ഈ നിലപാട് പ്രഖ്യാപനമാണ് അവിടെ. അത് അപ്പോൾ തന്നെ ചെരുപ്പൂരടിക്കേണ്ടിയിരുന്നു. തൻ്റെ നിലപാട് അതായിരുന്നു, അങ്ങനെയാണ് വേണ്ടത് എന്ന് വ്യക്തമാക്കും. മീറ്റു അതിനോട് വിയോജിക്കുന്നു എന്ന് വ്യക്തമാക്കുമ്പോഴും അവർ അതിൻ്റെ വേറൊരു വശം സൂചിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഉള്ള പ്രതികരണങ്ങളൊക്കെയാണ് സിനിമയിൽ വരേണ്ടതും. അവരെങ്ങനെയാണ് ഇതിനെ, ഈ ഹേമ കമ്മിറ്റിയെ തുടർന്നുണ്ടായ വിവാദങ്ങളെയും ആ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന വെളിപ്പെടുത്തലുകളെയും ഒക്കെ അവർ നോക്കിക്കാണുന്നത്? തീർച്ചയായും എൽദോ, അത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒരു വശത്ത് ഇവിടെ ഷക്കീല പറയുന്നത് എന്ന് നമ്മൾ തുടക്കം മുതലേ സൂചിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഷക്കീല ആവർത്തിക്കുന്നതും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഷക്കീല നോക്കിക്കാണുന്നത് ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രം മലയാള സിനിമ നന്നായി പോകത്തില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എന്ന് ഷക്കീല ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം ഷക്കീല പറയുന്നു, റിപ്പോർട്ടിൽ മാത്രം കാര്യമില്ല. ആ റിപ്പോർട്ട് അനുസരിച്ച് ആ റിപ്പോർട്ടിൽ ആരാണോ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയത്, അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചത്, അവർക്കെതിരെ നടപടി ഉണ്ടാവണം, കൃത്യമായി അറസ്റ്റ് ഉണ്ടാവണം, അവർ ജയിലിൽ ഇടണം എന്ന് തന്നെയാണ് ഷക്കീല ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു മാറ്റം മലയാള സിനിമയിൽ ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ ഒരു റിപ്പോർട്ട് വന്നു, ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് 1-2 പേരെ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല മലയാള സിനിമയിൽ എന്ന് ആവർത്തിച്ച് പറയുന്നൊരു നടി ഷക്കീല. ഒപ്പം ഷക്കീല പറയുന്നു, ഇത് മലയാള സിനിമയുടെ മാത്രം കുഴപ്പമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും ഈ പ്രശ്നമുണ്ട്, എല്ലാ സിനിമാ ഇൻഡസ്ട്രിയിലും ഈ പ്രശ്നമുണ്ട് എന്ന് ഷക്കീല എടുത്തു പറയുന്നു. ഈ ഹേമ കമ്മിറ്റി പോലെ ഒരു റിപ്പോർട്ട് മറ്റ് ഇൻഡസ്ട്രിയിൽ വന്നാൽ ഒരു പക്ഷേ തീരാവുന്നതേ ഉള്ളൂ. മറ്റ് ഇൻഡസ്ട്രിയുമെന്നും ഷക്കീല പറയുന്നുണ്ട്. അല്ലാതെ മലയാളം ഇൻഡസ്ട്രി മാത്രം അവർ തള്ളി പറയുന്നില്ല. എല്ലാ മേഖലയിലും, എല്ലാ സിനിമാ മേഖലയിലും ഈ പ്രശ്നമുണ്ട് എന്നവർ ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം മീറ്റുവിനെ കുറിച്ചുള്ളത് അവരുടെ സ്വന്തം നിലപാടാണ്, അവരുടെ മാത്രം കാഴ്ചപ്പാടാണ്. മീറ്റുവിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഷക്കീല ആവർത്തിച്ച് പറയുന്നുണ്ട്. മീറ്റുവിനെ ഞാൻ അംഗീകരിക്കുകയില്ല. കാരണം അപ്പോൾ അതിൻ്റെ മീറ്റുവിനെ തള്ളുന്നതോടൊപ്പം അവരൊരു നിലപാട് പറയുന്നുണ്ട്. കരുത്തുണ്ടാവണം സ്ത്രീകൾക്ക്, നിലപാടുണ്ടാവണം സ്ത്രീകൾക്ക് എന്ന് ആവർത്തിക്കുന്നു ഷക്കീല. കാരണം തനിക്കെതിരെ ഏതെങ്കിലും ഒരു കൈ ഉയർന്നാൽ തിരിച്ചടിക്കാനുള്ള കെൽപ്പ് മലയാളത്തിലെ പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക്, ഈ ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകണമെന്ന് തന്നെയാണ് അവർ അർത്ഥമാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരാൾ തന്നോട് മോശമായി
പെരുമാറിയാൽ തിരിച്ചടിക്കാൻ, ചെരുപ്പൂരി അടിക്കാൻ തനിക്ക് ആ സ്ത്രീക്ക് കഴിയണമെന്ന് പറയുന്നു. ഒപ്പം അവർ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സിനിമാ ലൊക്കേഷനിൽ നിന്നാണ് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ, ഒരു നടൻ തന്നോട് മോശമായി പെരുമാറിയതെങ്കിൽ, അല്ലെങ്കിൽ രാത്രിയാണ് ഇത്തരത്തിൽ ആവശ്യവുമായി അവർ വരുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആ ലൊക്കേഷനിൽ നിന്ന് തന്നെ എല്ലാവരും കാണുകെ അയാളോട് ആ ചെയ്തതിന് തന്നോട് മാപ്പ് പരസ്യമായി പറയാൻ ഉള്ള തൻ്റെ ഇടം, ധൈര്യം കാണിക്കണം സ്ത്രീകളെന്ന് ഷക്കീല പറയുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് ഷക്കീലയോട് ഒരു ചോദ്യം ചോദിച്ചത് അതിങ്ങനെയായിരുന്നു. അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആദ്യമായി സിനിമയിലേക്ക് വരുന്ന ആളുകളായിരിക്കാം, സിനിമാ മോഹവുമായി സിനിമയിലേക്ക് എത്തുന്ന ആളുകളായിരിക്കാം, അവരുടെ കരിയർ നശിപ്പിക്കാൻ പോലും സാധിക്കുന്ന കഴിവുള്ള പ്രബലരാണ് മലയാള സിനിമയിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ തിരിച്ച് പ്രതികരിക്കാൻ അവിടെ ഒരു സ്ത്രീ തയ്യാറായാൽ അവളുടെ കരിയർ അവിടെ നഷ്ടമാവുകയല്ലേ എന്നുള്ള എൻ്റെ ചോദ്യത്തിന് ഷക്കീലയുടെ മറുപടി അതിങ്ങനെയായിരുന്നു. അത്തരത്തിൽ പോകുന്ന കരിയർ ആണെങ്കിൽ പോവട്ടെ, കാരണം പ്രതികരിക്കാനാണ് സ്ത്രീകൾ ആദ്യം പഠിക്കേണ്ടത്. അത് ഏത് സാഹചര്യത്തിലായിക്കോട്ടെ അവിടെ പ്രതികരണം ഉണ്ടാകണം. തന്നോട് മോശമായി, തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ശരീരത്തിൽ ഒരാൾ സ്പർശിക്കുകയാണെങ്കിൽ അവിടെ ചെരുപ്പ് ഊരി തന്നെ അതിന് മറുപടി പറയണമെന്നുള്ള തൻ്റെ ഉറച്ച നിലപാട് പറയുമ്പോൾ പോലും മീറ്റുവിനെ അവർ തള്ളുകയാണ്. കാരണം അവർ അതിന് പറയുന്നു 20 വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല അതിന് പ്രതികരിക്കേണ്ടത്, അപ്പോൾ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. താൻ പൂർണ്ണമായും സ്ത്രീകളോട് ഈ കാര്യത്തിൽ വിയോജിക്കുകയാണ്. പുരുഷന്മാർ ഒരു നായികളുടെ സ്വഭാവമുള്ള ആളുകളാണ്, അവർ ആരുടെയും പുറകെ പോകും. അപ്പോൾ അവിടെ താൻ ഒരു വ്യക്തിയാണ്, തന്നെ ഇഷ്ടമില്ലാതെ ഒരാൾ തന്നെ നേരെ സ്പർശിക്കാൻ പാടില്ല എന്ന് നിലപാടെടുക്കേണ്ടത് അവിടെ സ്ത്രീകളാണ്. അതിലില്ലാതാകുന്ന കരിയർ ആണെങ്കിൽ വേണ്ട എന്ന് വെക്കണമെന്ന് ഒരു നിലപാട് കൂടി അവിടെ വ്യക്തമാക്കുകയാണ് ഷക്കീല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഞാൻ നേരത്തെ പൂർത്തിയാക്കാതെ പോയതായിരുന്നു കാരവാൻ സംസ്കാരത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നു. ഷക്കീല അന്നത്തെ കാലത്ത്, ഷക്കീല അഭിനയിക്കുന്ന കാലത്ത് അത്തരത്തിലൊരു കാരവാൻ സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴതുണ്ട്. അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് അടിവരയിട്ട് തന്നെ അവർ പറയുന്നു, വസ്ത്രം മാറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും തങ്ങൾക്ക് തുണി മറച്ചു പിടിച്ച് വസ്ത്രം മാറേണ്ട, വീണ്ടും പറയുന്നു തുണി മറച്ചു പിടിച്ച് വസ്ത്രം മാറേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ഷക്കീല പറയുന്നു. ഇപ്പോഴിതാ കാരവാൻ സംസ്കാരമുണ്ട്, കാരവാനുണ്ട്. അതും ഇപ്പോഴും ഉള്ളത് സിനിമയിലെ നായകന്മാർക്കോ നായികമാർക്കോ മാത്രമാണ് ഈ കാരവാൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അത്തരത്തിലുള്ള കാരവാൻ സംവിധാനമില്ല എന്ന് പറയുന്നു കാരവാനിൽ പലതും നടക്കുന്നുണ്ട് എന്ന്. എന്ത് നടക്കുന്നു എന്നതിൻ്റെ ചോദ്യത്തിന് പറയുന്നു അവിടെ ഭക്ഷണം കൊടുക്കും, അവിടെ റെസ്റ്റ് എടുക്കാൻ സാധിക്കും, ഒപ്പം അവിടെ സെക്സും നടക്കുന്നുണ്ട്, പലതും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഷക്കീല അർത്ഥമാക്കുന്നത്. അതിലൂടെ എന്തും നടക്കും കാരവാനിൽ എന്നും കൂടി അവർ എടുത്ത് പറയുന്നുണ്ട്. അത്തരത്തിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർ നേരിട്ട് കണ്ട പല പ്രശ്നങ്ങളെയും കുറിച്ച് വളരെ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട്. തനിക്കുണ്ടായ ദുരനുഭവങ്ങളടക്കം, താൻ നേരിട്ട് പങ്കാളിയായ അല്ലെങ്കിൽ താൻ ഇടപെട്ട് സോൾവ് ചെയ്ത പ്രശ്നങ്ങളെക്കുറിച്ചടക്കം പറയുന്നുണ്ട് ഷക്കീല. ഒപ്പം പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെയൊന്നും അവസാനിക്കില്ല, ഇതിൽ ഒരുപാട് പേരുകൾ ഇനിയും പുറത്ത് വരും, അത് തനിക്ക് ഉറപ്പാണെന്ന് പറയുന്നു. പിന്നെ ഓഫ് ദി ക്യാമറയിൽ നമ്മളോട് പല പേരുകളും ഇപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ആവർത്തിക്കുന്നു, ഇപ്പോൾ പുറത്തു നിൽക്കുന്ന സംഘടനയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന പല പേരുകളും അവർ നമ്മളോട് പറഞ്ഞു. പക്ഷേ അത് ഓഫ് ദി ക്യാമറയിലാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ മാധ്യമധർമ്മം അനുസരിച്ച് അതെനിക്കിവിടെ വെളിപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓഫ് ദി ക്യാമറയിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അമ്മ താര സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പേരുകൾ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിൽ, ഷക്കീലയെ നേരിട്ട് ഭീഷണിപ്പെടുത്തി എന്ന തരത്തിൽ അവർ പറയുന്നുണ്ട്. ആ പേരുകൾ ഇവിടെ വെളിപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യമാണ്, അവർ അത് പറയാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ. എന്തായാലും അത്രമാത്രം പ്രശ്നങ്ങൾ പണ്ട് മുതലേ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അത് ഒരു റിപ്പോർട്ട് വന്നപ്പോൾ പുറത്തു വന്ന പ്രശ്നങ്ങളല്ല, അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പണ്ട് മുതലേ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായി ഒരു നായിക സിനിമയിലേക്ക് വന്നാൽ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് സിനിമയിലേക്ക് വന്നാൽ രാത്രി അവരുടെ ശരീരം തേടിയെത്തുന്ന ആളുകളാണ് അവിടെയുള്ളത്. മെയിൽ ഓറിയൻറ്റഡ് ആണ് മലയാള സിനിമ എന്ന് ആവർത്തിക്കുന്നു എന്ന് അടിവരയിട്ട് പറയുന്നു നടി ഷക്കീല. പക്ഷേ അപ്പോഴും അവർ പറയുന്നു തന്നെ ഭയമായിരുന്നു സിനിമാ പ്രവർത്തകർക്ക്. കാരണം ഷക്കീലയുടെ ഡേറ്റ് അന്ന് അത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു. ഷക്കീല നോ പറഞ്ഞാൽ ആ സിനിമ ഒരു പക്ഷേ നടക്കാത്ത സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ ഒരു നോട്ടം കൊണ്ടോ ഒരു അനാവശ്യമായ ഒരു ടച്ച് കൊണ്ടോ തന്നെ ആരും ഇതുവരെ ചൂഷണം ചെയ്തിട്ടില്ല എന്ന് ഷക്കീല ആവർത്തിക്കുന്നു. കാരണം അത്രമാത്രം തന്നെ ഭയമായിരുന്നു ആളുകൾക്ക്, താൻ നോ പറയുമോ എന്നുള്ള ഭയമായിരുന്നു. അല്ലാതെ പലരും തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, പക്ഷേ തന്നോട് മോശമായി ആരും പെരുമാറിയിട്ടില്ല. പക്ഷേ അതേ സാഹചര്യത്തിൽ തൻ്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന, ഒരു പക്ഷേ തന്നേക്കാൾ അന്ന് നായികമാരായിരുന്ന സ്ത്രീകളെ ഏറ്റവും അവർ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, രൂപശ്രീ, മറിയം, രേഷ്മ തുടങ്ങിയ നടിമാരുടെ പേരെടുത്ത് പറയുന്നു ഷക്കീല. ഇവരെയൊക്കെ വലിയ മോശമായ രീതിയിൽ ഉപയോഗിക്കാൻ ആ സിനിമ, അന്നത്തെ സിനിമയിലെ
സംവിധായകനും നിർമ്മാതാവും ശ്രമിച്ചു എന്ന് പറയുന്നു. രൂപശ്രീയെ വളരെ മോശമായി ഉപയോഗിച്ചത് കലാഭവൻ നായകനായിരുന്ന ഷക്കീല ഒരു വേലക്കാരിയുടെ ജോലിക്കാരിയുടെ റോൾ ചെയ്തിരുന്ന സിനിമയിലെ സംവിധായകനും പ്രൊഡ്യൂസറുമാണ് എന്ന് തന്നെ പറയുന്നു ഷക്കീല. അവർക്ക് ആ സിനിമയുടെ പേര് ഓർമ്മയില്ല എന്ന് പറയുന്നു. ആ സിനിമയിലെ സംവിധായകനും നിർമ്മാതാവുമാണ് വളരെ മോശം രീതിയിൽ രൂപശ്രീയോട് പെരുമാറിയത്. ആ പെൺകുട്ടിക്ക് ആ നായികയ്ക്ക് അന്ന് സിനിമ വിടേണ്ടി വന്നത് ഈ ഒരു സാഹചര്യം കൊണ്ടാണ് എന്ന് പറയുന്നു. ഒപ്പം ഷക്കീല വീണ്ടും ആവർത്തിക്കുന്നു, മറിയവും രേഷ്മയും പോലുള്ള നായികമാരോട് സിനിമ 6 മണിക്ക് ശേഷം, അതായത് സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം, സിനിമ അല്ലെങ്കിൽ അവരുടെ ചിത്രീകരണം പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം രാത്രി കിടപ്പറയിലേക്ക് വരാൻ നിർബന്ധിക്കുന്ന, അവരെ അതിനായി പ്രേരിപ്പിക്കുന്ന, നിർബന്ധിക്കുന്ന സംവിധായകരെയും നിർമ്മാതാക്കളെയും താൻ കണ്ടിട്ടുണ്ട്. കണ്ണീരോടെ ഈ ദുഃഖം, ഈ സങ്കടം അവർ കൃത്യമായി ഷക്കീലയുമായി പങ്കുവെച്ചിട്ടുണ്ട്. രേഷ്മയും മറിയും ഒക്കെ തന്നോട് പങ്കുവെച്ചിട്ടുണ്ട് എന്നും ഷക്കീല നമ്മളോട് വെളിപ്പെടുത്തുകയുണ്ടായി. ഇതൊക്കെ താൻ നേരിട്ട് കണ്ടതാണ്. അവരെ പലപ്പോഴും താൻ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ താൻ ഇടപെട്ടിട്ടുണ്ട് എന്നടക്കം ഷക്കീല വെളിപ്പെടുത്തുന്നു. ഷക്കീലയുടെ ഈ തുറന്നു പറച്ചിലുകൾ പോലും ഏറ്റവും പ്രധാനമായി സിനിമയിൽ ഉണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പലതും, പല വരികളും അത് അന്വർത്ഥമാവുകയാണ്. അത് വളരെ വീണ്ടും വീണ്ടും ഓരോ അനുഭവങ്ങൾ പറയുന്നതിലോടുകൂടി, ഓരോ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നതോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഓരോ വരികളും അത് പൂർണ്ണമായും ശരിയാണ്. മലയാള സിനിമ അത്രമാത്രം കളങ്കിതമായിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് ഊട്ടി ഉറപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ കൂടി ഷക്കീല പോലും പറയുകയുണ്ടായി. അത്രമാത്രം അന്നും ഷക്കീൽ എടുത്തു പറയുന്നുണ്ട്. അന്ന് ഇത്തരം സോഫ്റ്റ് ഫോൺ സിനിമകളിൽ കൂടുതലും തമിഴ് പെൺകുട്ടികളായിരുന്നു, തമിഴ് നായികമാരായിരുന്നു ഉണ്ടായിരുന്നത്. മലയാള പെൺകുട്ടികളെ ഉപയോഗിക്കാത്തതിന് കാരണം പോലും അവർ പലതും ഒരുപക്ഷെ വെളിപ്പെടുത്തുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ടായിരിക്കാം എന്നും പറയുന്നു ഷക്കീല. ഇതിനായിരുന്നോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കാണോ പെൺകുട്ടികളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് താൻ ഒരു സംവിധായകനോട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട് എന്ന് ഷക്കീല പറയുമ്പോൾ അത്രമാത്രം പ്രശ്നങ്ങൾ പണ്ട് മുതലേ 20 വർഷങ്ങൾക്ക് മുൻപ് പോലും മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് ഒരു നടി ഷക്കീല അത് നമ്മളോട് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പലതും ഓരോന്നും ശരിയായിരുന്നു, അത് സത്യമായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ കൂടിയാണ് ഉണ്ടാകുന്നത്. ഒപ്പം വീണ്ടും ഷക്കീല ആവർത്തിക്കുന്നു, മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അതായത് മലയാള സിനിമയിൽ ഇപ്പോൾ മാത്രമല്ല പണ്ട് മുതലേ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഷക്കീല പറഞ്ഞത്. അന്നും ഇന്നും ഒരേ ആളുകൾ തന്നെയാണ് സിനിമ ഭരിക്കുന്നതെന്ന് അവർ പറയുന്നു. പണ്ട് മുതലേ മലയാള സിനിമയിൽ മോഹൻലാൽ, മമ്മൂട്ടി, മുകേഷ് ഇവരൊക്കെ ആ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്നും ഷക്കീല നേരത്തെ ഭവ്യയോട് പറഞ്ഞു. തീർച്ചയായും അത് തന്നെയാണ് എൽദോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് അതിൽ ഉണ്ടായി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഒന്നിതാണ്, മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പുണ്ട്, മെയിൽ ഓറിയൻറ്റഡ് ആണ്, 15 അംഗ പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയിൽ ഉള്ളതെന്നായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ നമ്മളോട് ഷക്കീല വെളിപ്പെടുത്തുമ്പോൾ ഷക്കീലയ്ക്ക് അറിയാവുന്ന പേരുകൾ മാത്രമാണ് അവർ നമ്മളോട് വെളിപ്പെടുത്തിയത്. അതിൽ ഈ പവർ ഗ്രൂപ്പിൽ നിന്ന് ഏത് തരത്തിലാണ് അവർ അനുഭവങ്ങൾ നേരിട്ടത് എന്ന് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു? അത്തരത്തിലൊരു സൂചനയിലേക്ക് ഷക്കീല കടന്നിട്ടില്ല. പക്ഷേ അപ്പോഴും ഷക്കീല പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഏത് സിനിമയിൽ ആരൊക്കെ അഭിനയിക്കണമെന്ന അല്ലെങ്കിൽ ആരൊക്കെ മാറ്റി നിർത്തപ്പെടണമെന്ന് തീരുമാനിക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഈ പവർ ഗ്രൂപ്പിനുണ്ട്. അത് അന്നും ഇന്നും ആ പവർ ഗ്രൂപ്പിനുണ്ട് എന്ന് ഷക്കീല എടുത്തു പറയുന്നുണ്ട്. ഒപ്പം പറയുന്നു, ഷക്കീല അഭിനയിക്കുന്ന കാലത്ത് പോലും മമ്മൂട്ടി, മോഹൻലാൽ, മുകേഷ് തുടങ്ങിയ ആളുകളൊക്കെ വലിയ പ്രബലരായിരുന്നു മലയാള സിനിമയിൽ. അവർ തന്നെയായിരുന്നു അന്നും പവർ ഗ്രൂപ്പ്. ആ ആളുകൾ തന്നെയാണ് ഇപ്പോഴും മലയാള സിനിമ ഭരിക്കുന്നത്. ആരൊക്കെ ആ സിനിമ എങ്ങനെ മുന്നോട്ട് പോകണം, ആ സിനിമയുടെ കാര്യങ്ങൾ എന്ത്, അണിയറ കാര്യങ്ങൾ എന്ത് തുടങ്ങിയ എല്ലാ ചെറിയ കാര്യങ്ങൾ പോലും ഇടപെടാൻ ഈ പവർ ഗ്രൂപ്പിന് സാധിക്കുമെന്ന് ഷക്കീല പറയുന്നു. ഷക്കീലയ്ക്ക് വീണ്ടും ആവർത്തിക്കുന്നു, ഷക്കീലയ്ക്ക് അത്തരത്തിൽ പവർ ഗ്രൂപ്പ് കാരണമോ മറ്റ് സംവിധായകർ കാരണമോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കാരണം ഷക്കീല പറയുന്നു, ഷക്കീലയെ പോലെ ഷക്കീല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഷക്കീല അവകാശപ്പെടുന്നത്. അവർ പറയുന്നുണ്ട്, അവരുടെ ഡേറ്റിനായി അവരെ ഒന്ന് നോക്കി ഭീഷണിപ്പെടുത്താൻ പോലും ഒരാളും ഉണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം അവരെ ഭയമായിരുന്നു. പക്ഷേ അതല്ലാതെ മറ്റ് താരങ്ങൾക്ക് ഈ പവർ ഗ്രൂപ്പ് കാരണം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആരൊക്കെ സിനിമയിൽ ഉണ്ടാവണം, ആരൊക്കെ സിനിമയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പോലും തീരുമാനിക്കാൻ ഈ പവർ ഗ്രൂപ്പിന് സാധിച്ചിരുന്നു. അന്നും ഇന്നും 2000-ലും ഈ കാലഘട്ടത്തിലും
പവർ ഗ്രൂപ്പ് ഭരിക്കുന്നത്. ഒരേ ആളുകളാണ്, ഒരേ താരങ്ങളാണ്, അവർ തന്നെയാണ് ഇപ്പോഴും സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഷക്കീല പറയുന്നത്. ഷക്കീലയുടെ കാഴ്ചപ്പാടാണത്. ആ ഷക്കീലയുടെ കാഴ്ചപ്പാടിൽ ഷക്കീല പറയുന്ന പേരുകൾ മമ്മൂട്ടി, മോഹൻലാൽ, മുകേഷ് തുടങ്ങിയ ആളുകളാണ്. ഒപ്പം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഓഫ് ദി ക്യാമറയിൽ നമ്മളോട് ഇപ്പോൾ താരസംഘടനയിൽ നിന്ന് പുറത്തായ കുറച്ച് ആളുകളുടെ പേരുകൾ കൂടി ഷക്കീല പറഞ്ഞിരുന്നു. ഷക്കീലയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ച ആളുകളാണ്, പക്ഷെ അപ്പോഴും മോശമായി പെരുമാറിയിട്ടില്ല, അതിനൊരു അവസരം ഉണ്ടായിട്ടില്ല എന്നും ഷക്കീല പറയുന്നു. പക്ഷേ അത്തരത്തിലുള്ള ആളുകളുടെ പേരുകൾ നമുക്കിവിടെ ഓഫ് ദി ക്യാമറയിൽ പറഞ്ഞതുകൊണ്ട് ഒരു മാധ്യമ ധർമ്മം മുൻനിർത്തിക്കൊണ്ട് ആ പേരുകൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ അപ്പോഴും വീണ്ടും എടുത്തു പറയുന്നു, താരസംഘടന അമ്മയിൽ നിന്ന് ഈ അടുത്ത് രാജിവെച്ച ആളുകളുടെ പേരുകൾ കൃത്യമായി ഷക്കീല പറഞ്ഞിട്ടുണ്ട് എന്നോട്. റൈറ്റ്, നമുക്ക് ആ പ്രതികരണത്തിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു ഭവ്യ. ആ പ്രതികരണം കേട്ട ശേഷം മടങ്ങി വരാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന്, മെയിൽ ഓറിയന്റഡ് ആണ് ആ പവർ ഗ്രൂപ്പ് എന്ന്. ഷക്കീലാമ്മ മലയാളത്തിൽ അഭിനയിച്ചിരുന്ന കാലത്ത് അത്തരത്തിലൊരു പവർ ഗ്രൂപ്പ് സിനിമയിലുള്ളതായിട്ട് അറിയാമായിരുന്നു. ആ പവർ ഗ്രൂപ്പ് ഇപ്പൊ വரைக்கும் இருக்கு. வேற யாரும் இல்ல. മോഹൻലാൽ, മമ്മൂട്ടി തവറ അങ്ക യാർ പവർ ഗ്രൂപ്പ്. അവരാണ് മെയിൻ പവർ ഗ്രൂപ്പ് അവിടെ. ഇപ്പോഴും പവർ ഗ്രൂപ്പ് അവരാണ്. അവരാ മറ്റാരുണ്ട് അതില്? അതിലിപ്പോ മുകേഷ് ഉണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, എല്ലാരുമേ ഉണ്ട്. പക്ഷെ മെയിൻ അവരാ. ഡ്രസ് ചേഞ്ചിന് ഇപ്പൊ ഞങ്ങള് ഒരു ഒരു ഹിൽ മല അടിവാരത്തില് ഇല്ലെന്നാ ഒരു ലേക്ക് കിട്ട അവിടെ എവിടെയെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂമറൊക്കെ ഇങ്ങനെ ടവൽ പിടിക്കും, ഞങ്ങൾ ഡ്രസ് മാറ്റും. യു കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സ്ഥലമില്ലെങ്കിൽ ഇല്ല, ഇതൊക്കെ തെറ്റില്ല. ഞങ്ങളൊക്കെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ. ഇപ്പൊ കാരവൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കാരവൻസ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്നുണ്ടോ? അല്ല, അതിലെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ നടക്കുന്നത്? നിനക്ക് തരിയില്ലേ? എനിക്കറിയില്ല. എല്ലാം നടക്കും അവിടെ. ഡിന്നർ നടക്കും, ലഞ്ച് നടക്കും, സെക്സ് നടക്കും, എല്ലാം നടക്കും. റൈറ്റ്, ഒരുപാട് കാര്യങ്ങൾ ഷക്കീല സൂചിപ്പിക്കുന്നു ഭവ്യ. ഇത് ഒരു പക്ഷേ പലപ്പോഴായി പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. എങ്കിൽ പോലും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോഴുണ്ടാകുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെ ഷക്കീല എന്ന നടി പറയുന്നതിൽ അവരുടെ നിലപാടുകൾക്ക് പ്രസക്തിയുമുണ്ട്. ഈ പവർ ഗ്രൂപ്പിൻ്റെ കാര്യം അവർ സൂചിപ്പിച്ചു. അപ്പം ഈ കാരവൻ സംസ്കാരത്തെ പറ്റിയും നേരത്തെ ഉണ്ടായിരുന്ന ദുരനുഭവങ്ങൾ, അതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും. അപ്പോൾ അന്നേരത്തെ ഒരു സാഹചര്യത്തെയൊക്കെ എങ്ങനെയാണ് അവർ വിലയിരുത്തുന്നത്? തീർച്ചയായും എൽദോ, അത്തരത്തിൽ ഏറ്റവും പ്രധാനമായി പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ അന്നുണ്ട് ഇന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് ഈ സിനിമ എങ്ങനെ മുന്നോട്ട് പോകണം, ആരൊക്കെ സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മറുത്ത് സംസാരിച്ചാൽ അന്നും അവർ ആ സിനിമയിൽ നിന്ന് പുറത്തായിരുന്നു എന്ന് പറയുന്നു ഷക്കീല. ഒപ്പം പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഉണ്ട് എന്നവർ കൃത്യമായി പറയുന്നു. നമ്മൾ ആ പ്രതികരണം പ്രേക്ഷകരെ കേൾപ്പിച്ചതാണ്. ഷക്കീലയുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ ഷക്കീല കണ്ടതിൽ വെച്ച് മമ്മൂട്ടി, മോഹൻലാൽ, മുകേഷ് തുടങ്ങിയ ആളുകൾ തന്നെയാണ് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് എന്ന് ഷക്കീല പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും അവർ പറയുന്നു കാരവൻ സംസ്കാരത്തെക്കുറിച്ച് അവർ സൂചിപ്പിക്കുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. വസ്ത്രം പോലും മാറാൻ കഴിയാത്ത സാഹചര്യത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ അടക്കമുള്ളവരെ ഈ കിടപ്പറയിലേക്ക് ക്ഷണിക്കുന്ന സംവിധായകരെയും നിർമ്മാതാക്കളെയും ഷക്കീലയ്ക്ക് പരിചയമുള്ളത് അല്ലെങ്കിൽ ഷക്കീല നേരിട്ട് കണ്ടത്, ഷക്കീല അനുഭവിച്ചത്, ഷക്കീല ഇടപെട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് അവർ നമ്മളോട് വെളിപ്പെടുത്തലുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. മീറ്റൂവിനെ അടക്കം ഷക്കീല തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോഴാണ് പ്രതികരിക്കേണ്ടത്, പിന്നീടല്ല എന്ന് ഷക്കീലയുടെ നിലപാടാണത്. അതിനോട് യോജിക്കുന്നില്ല. കാരണം കൃത്യമായും ഒരു സ്ത്രീക്ക് എപ്പോഴാണോ അവർക്ക് ദുരനുഭവം ഉണ്ടായത് അത് എപ്പോൾ അവർക്ക് പറയാൻ തോന്നുന്നു ആ സമയത്ത് തന്നെ പറയണം എന്നാണ് നമ്മുടെ നിലപാട്. പക്ഷേ ഷക്കീല പറഞ്ഞത് ഷക്കീലയുടെ മാത്രം അനുഭവം അല്ലെങ്കിൽ നിലപാടാണ്, അവരുടെ കാഴ്ചപ്പാടാണ്. എപ്പോഴാണോ മോശം അനുഭവം ഉണ്ടായത് അപ്പോൾ മുഖത്ത് അടിക്കുകയാണ്, ചെരുപ്പ് ഊരി അടിക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് ഷക്കീല അടിവരയിട്ട് പറയുന്നത്. ഒപ്പം ഈ വസ്ത്രം മാറുന്ന കാര്യം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു. അത്തരത്തിൽ പരസ്യമായി ടവൽ പിടിച്ചുകൊണ്ട് തുണി മാറേണ്ട സാഹചര്യം അല്ലെങ്കിൽ ഷക്കീലയ്ക്ക് അടക്കം ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അതൊരു വലിയ സംഭവമായിരുന്നില്ല എന്നാണ് ഷക്കീല പറഞ്ഞത്. കേട്ടപ്പോൾ ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി അത് കേട്ടിരുന്നിരുന്നു. കാരണം അങ്ങനെയായിരുന്നു അത്രേ അവിടെ അന്നത്തെ കാലത്ത്. തുണി മറച്ചു പിടിച്ച് തന്നെയായിരുന്നു അവിടുത്തെ സ്ത്രീകൾ, നായികമാരൊക്കെ വസ്ത്രം മാറിയത്. കാരണം കൂടുതലും ഷൂട്ടൊക്കെ പുറത്തു നിന്നായിരുന്നു ഉണ്ടാവുക. നദിക്കരയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമാണ്
ഷൂട്ട് ഉണ്ടാവുക. അപ്പോൾ അവിടെയൊന്നും വസ്ത്രം മാറാൻ അവർക്ക് സൗകര്യമില്ല, അവരാരും ആവശ്യപ്പെട്ടിരുന്നില്ല. അതൊക്കെ വലിയ കഷ്ടമായിരുന്നു എന്നും ഷക്കീല ആ ബൈറ്റിൽ പ്രതികരണത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇത്തരത്തിൽ തുണി മറച്ചു പിടിച്ച് തന്നെയാണ് പലപ്പോഴും ഷക്കീല വസ്ത്രം മാറിയത്. എൻ്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഛോട്ടാ മുംബൈ അടക്കമുള്ള സിനിമയിൽ അത്തരത്തിലൊരു സീൻ ഉണ്ടായിരുന്നു ഷക്കീലയുടെ, നമ്മളൊക്കെ അത് കണ്ടതാണ്. ഇത്തരത്തിൽ ഒരു നദിയുടെ സൈഡിൽ നിന്ന് ഷക്കീല തുണി മറച്ചു പിടിച്ച് വസ്ത്രം മാറുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വസ്ത്രം മാറാൻ പോലും സൗകര്യമില്ല മലയാള സിനിമയിൽ സ്ത്രീകൾക്ക്. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു അനുഭവം ഷക്കീലയ്ക്ക് ഉണ്ടായിരുന്നോ എന്നെൻ്റെ ചോദ്യത്തിനായിരുന്നു ഷക്കീലയുടെ മറുപടി. അതിങ്ങനെയായിരുന്നു, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ, അത് വലിയ കഷ്ടമായിരുന്നു, ഞങ്ങൾക്ക് ഒന്ന് വസ്ത്രം മാറാൻ പോലുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടപ്പോൾ പോലും ഇല്ല എന്നുള്ള മറുപടി തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾക്കായിരുന്നു സിനിമയിൽ അഭിനയിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് ഷക്കീല പറഞ്ഞത്. അത് ഷക്കീലയുടെ മാത്രം അനുഭവമല്ല, അന്നത്തെ നായികമാർ ഒട്ടുമിക്ക ആളുകളും അത്ര എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് സിനിമയിൽ അഭിനയിച്ചത് എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനമായി നമ്മളേറെ ഞെട്ടിച്ചത് ഇത്തരത്തിൽ രാത്രി തുടക്കത്തിൽ നമ്മളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു, രൂപശ്രീ എന്ന നടിയുടെ വാതിലിൽ മുട്ടുക മാത്രമല്ല, വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ച സംവിധായകനെയും നിർമ്മാതാവിനെയും നേരിട്ട് കണ്ടിട്ടുണ്ട് ഷക്കീല ആ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ നീ ഇതിൽ ഇടപെടണ്ട, നീ മാറി നിൽക്കുക എന്ന് സംവിധായകൻ തന്നോട് പറഞ്ഞതും, പക്ഷേ അങ്ങനെ ഞാൻ മാറി നിൽക്കാൻ തയ്യാറല്ല, ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞതും കൂടെ വളരെ വ്യക്തമായി ഷക്കീല നമ്മളോട് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പറയുന്നു, ആ വിഷയത്തിൽ ആ രൂപശ്രീ എന്ന നായിക അതിനുശേഷം പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ തന്നെ അവരെ ഒരു അമേരിക്കൻ അച്ചായൻ എന്നൊരാളുടെ സഹായത്തോടു കൂടി ഷക്കീലയും ഷക്കീലയുടെ സുഹൃത്തുക്കളും മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അവരുടെ നാട്ടിലേക്ക് അയച്ച ഒരു സംഭവം കൂടി നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പണ്ട് മുതലേ ഇത്തരം പല സംഭവങ്ങളും മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വഴങ്ങുക, ഈ കാര്യങ്ങൾക്ക് തയ്യാറാവാത്ത ആളുകൾക്ക്, സ്ത്രീകൾക്ക് മലയാള സിനിമയിൽ സ്ഥാനമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വളരാൻ കഴിവ് മാത്രമല്ല അവിടെ അടിസ്ഥാനമായിരുന്നത് എന്നതുകൂടി ഷക്കീല നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പണ്ട് മുതലേ ആവർത്തിച്ചിരുന്നു എന്ന് പറയുന്നു. ഒപ്പം മറിയം എന്ന നായിക, ഷക്കീലയ്ക്കൊപ്പം അഭിനയിച്ച ഇത്തരം സോഫ്റ്റ് പോൺ സിനിമകളിലൊക്കെ നായികയായിരുന്ന മറിയം തുടങ്ങിയ ആളുകൾക്ക്, നടിമാർക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങൾ കൂടി വളരെ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട് ഷക്കീല. ഈ നടിമാർ പോലും തങ്ങളുടെ 6 മണിക്ക് ശേഷം, അതായത് രാവിലെ ഷൂട്ട് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇവരെ തങ്ങളുടെ കിടപ്പറയിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞ് നാളെ സിനിമയിൽ അഭിനയിക്കാൻ നിങ്ങൾ ഉണ്ടാവില്ല എന്ന ഭീഷണി അടക്കം നടത്തിക്കൊണ്ട് ഇവരെ ഇത്തരത്തിൽ റൂമുകളിലേക്ക് ക്ഷണിക്കുന്ന സംവിധായകരെയും നിർമ്മാതാക്കളെയും താൻ കണ്ടിട്ടുണ്ട് എന്നും വളരെ കൃത്യമായി പറയുന്നു ഷക്കീല. ഒപ്പം അതിനുശേഷം അവരുടെ കണ്ണീർ താൻ കണ്ടിട്ടുണ്ട്, അവരെ പലവരിൽ നിന്നും രക്ഷിക്കാൻ താൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോൾ പോലും പലതും അനുഭവിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി ഷക്കീല പറയുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഒരു വേളയിൽ ഈ രേഷ്മ എന്ന നടിക്ക് ഒരു അനുഭവമുണ്ടായി, അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ സാഹചര്യത്തിൽ പോലും നമ്മുടെ കേരളത്തിലെ പോലീസുകാർ പോലും ചോദിച്ചത്, രേഷ്മ എന്ന നടിയോട് ചോദിച്ചത്, നിന്റെ കൂട്ടുകാരി ഷക്കീല എവിടെ എന്നാണ് ചോദിച്ചത് എന്ന് പറയുന്നു. അത്രമാത്രം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ തനിക്ക് മലയാളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. താൻ എന്താണ് ഇത്രമാത്രം ചെയ്തത്, നേരത്തെയും ഇത്തരത്തിൽ ഈ വാതിൽ മുട്ടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു, അത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. രൂപശ്രീ എന്ന നടിയെ പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. രൂപശ്രീയെ ഇത്തരത്തിൽ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ രക്ഷപ്പെടുത്തിയ താനാണെന്നും ഷക്കീല പറയുന്നു. നടന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കണ്ടത്? ഒരു ഫിലിം പേരറിയില്ല, കലാഭവൻ മണി ഉണ്ടായിരുന്നു. ആ ഫിലിമിൽ ഒരു കൊച്ചു പമ്പാല ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരേ ഒരു ഗസ്റ്റ് ഹൗസ്, അവിടെ ഞാൻ ഒരു വീട്ടിൽ വേല ചെയ്യുന്ന പെണ്ണ് ക്യാരക്ടർ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാർ ഒന്നും ഷക്കീല എന്നൊന്നും ഇല്ല. അപ്പോൾ അതിൽ ഹീറോയിൻ രൂപശ്രീ ആയിരുന്നു. അപ്പോൾ അവളുടെ ഓപ്പോസിറ്റ് റൂം എനിക്ക്. അവർ എൻ്റെ അടുത്ത് ഒരു ഹായ് പോലും പറയില്ല, ഒരു ഹീറോയിൻ മെറ്റീരിയൽ അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ അനിയനും മേക്കപ്പ് മാനും എൻ്റെ അസിസ്റ്റൻറ്റ് എൻ്റെ ഒരു പേമ ലാമോ എന്ന് ഒരു നേപ്പാളി ഫ്രണ്ട്, ആ കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ റൂമിൽ നൈറ്റ് ചീട്ട് കളിയൊക്കെ. അപ്പോൾ ഒരു 12-12:30 ആകുമ്പോൾ ഈ ഞങ്ങളുടെ ഡോർ ക്ലോസ്ഡ് വരുന്ന
ഒരു ഭയങ്കര നോക്കിംഗ് സൗണ്ട്. എടി വെല്ലവാടി ഇല്ലവാടി എന്ന്. അപ്പം ഞങ്ങൾ ഓപ്പൺ ചെയ്താൽ ഓപ്പോസിറ്റ് റൂം ഹീറോയിന് അവർ അങ്ങനെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് അവർ കത്തുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു പോ. അത് ഇപ്പൊ എനിക്ക് കലാഭവൻ മണി ഉണ്ടായിരുന്നു ആ ഫിലിമിൽ അറിയാം, ഫിലിം പേരറിയില്ല. രൂപശ്രീ ആയിരുന്നു ഹീറോയിൻ എനിക്കറിയാം, അത് ഞാനുമുണ്ട്, ഫിലിം പേരറിയില്ല. സോ അപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഈ കേരളത്തിൽ ഒരു നല്ല മാറ്റർ, ഇന്ന് ഒരു പ്രൊഡ്യൂസർ വരും, നാളെ ഈ പ്രൊഡ്യൂസറൊപ്പം ഇനി ഒരാൾ വരും, അവനും പറയും ഇവർ എൻ്റെ പാർട്ട്ണർ, ഇവരും ഒരു പ്രൊഡ്യൂസർ. ഇങ്ങനെ ഒരു 10 നാളിൽ 10 പ്രൊഡ്യൂസർ വരും. ஸோ எனக்கு அது கரெக்டாக யார் என்னன்னு பேர் எனக்கு அறியல. அப்போது அமெரிக்கன் அச்சாயன்னு ஒரு ஆள் உண்டாയിരുന്നു. இப்போ இருக்கிறாரா இல்லையான்னு எனக்கு அறியல. அவர் ഉണ്ടായിരുന്നു, അങ്കിൾ, നല്ല അങ്കിൾ. അവർ ഒരു ജീപ്പെല്ലാം വെച്ചിരിക്കും അവിടെ. അപ്പോൾ ഞാൻ ഇവർ പറഞ്ഞു പോക്കോണം, നീ ഇതിൽ വരരുത്, നീ ആരാടി, നീ പോയിക്കോ. അത് വെല്ല പോകുമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മേക്കപ്പ് മാനും 2 അര ഇട്ടു. അപ്പോൾ ദേശത്തിൽ അവർ